ആശാ വർക്കേഴ്സ് സമരത്തിലെ SUCI സാന്നിധ്യത്തെ ചൊല്ലി നിയമസഭയിൽ ചർച്ച. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന SUCI കമ്മ്യൂണിസം പഠിപ്പിക്കുകയാണെന്ന് ഭരണപക്ഷം വിമർശിച്ചു. ന്യായമായ സമരമായതുകൊണ്ടാണ് ആശാ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്ന് മറുപടി നൽകിയ പ്രതിപക്ഷം രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ പരിഹാരമുണ്ടാക്കും എന്നും പ്രഖ്യാപിച്ചു. ബജറ്റിന്റെ ഭാഗമായുള്ള ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ആശാ വർക്കർമാരുടെ സമരം ഒളിഞ്ഞും തെളിഞ്ഞും കടന്നുവന്നു. ആശാ സമരത്തിന് പ്രതിപക്ഷം നൽകുന്ന പിന്തുണ അംഗീകരിച്ച് നൽകാൻ ഭരണപക്ഷം തയ്യാറല്ല. SUCI കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ആ സമരത്തിന്റെ പ്രധാന കണ്ടന്റ് എന്താണ് സർ? വർദ്ധിപ്പിക്കാത്തതാണോ? സമരത്തിന് പിന്തുണ നൽകാനുള്ള കാരണം വിശദീകരിച്ച് പ്രതിപക്ഷം മറുപടി നൽകി. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ BJP സർക്കാരിൻ്റെ തൊഴിൽ നയത്തിനെതിരായിട്ട് പോരാടുന്നത്. ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ ഒരു സംഘടന സമരം ചെയ്തു, ന്യായമാണ് എന്ന് തോന്നിയപ്പോൾ, അത് ശരിയായ ഒരു ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞങ്ങളതിന് പിന്തുണ കൊടുത്തു. ദേശീയ തലത്തിൽ ഒപ്പമാണെങ്കിലും കേന്ദ്ര തൊഴിലാളി യൂണിയനുകൾ സ്വീകരിക്കുന്ന സമീപനമല്ല SUCI കേരളത്തിൽ സ്വീകരിക്കുന്നതെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ അഖിലേന്ത്യാ സമരത്തിലുണ്ട്. ആ അഖിലേന്ത്യാ സമരത്തിൽ ഉന്നയിച്ച ഡിമാൻഡും ഇവിടെ അവർ ഉന്നയിക്കുന്ന ഡിമാൻഡും വ്യത്യസ്തമാണ്. CPIM തൊഴിലാളി വർഗത്തെ മറന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മധ്യവർഗത്തിനൊപ്പം പോയതുകൊണ്ടാണ് ആശാ വർക്കർമാരുടെ സമരം തീർക്കാത്തതെന്ന് പ്രതിപക്ഷവും മറുപടി നൽകി. ഇവിടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ആ സമരത്തിന് ഫലമുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. കേന്ദ്രം അർഹമായ വിഹിതം നൽകിയാൽ ആശമാർക്ക് ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം.